വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോഡഡ് ഫ്രൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കാനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പാക്കറ്റിൽ വാങ്ങിയതാണ്. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാക്കറ്റിൽ വാങ്ങിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. സോസ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാമേ. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അതിലോട്ടൊരു സ്പൂൺ മൈദ ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ടൊരു കപ്പ് പാല് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നന്നായിട്ട് ഇനി കുറുകി വരണം കേട്ടോ. കുറുകി വരുമ്പോൾ ഒരു പൊടിക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചീസ് ഇടാം കേട്ടോ. കണ്ടോ, കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് നമുക്കിനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇതിലോട്ട് ഇനി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്ലൈസ് പിടിപ്പിച്ച് എടുത്തപ്പോഴത്തേക്കും ചേർക്കുമായിരുന്നു. ചീസ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
മിക്സ് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സോസ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. സോസ് നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടിയിലോട്ടോ കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് ഫ്രൈസ് വറുത്തെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ചൂടായിട്ടില്ല. ഞാനിത് പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം. ഉരുളക്കിഴങ്ങൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. നമുക്കപ്പോൾ വറുത്തിട്ട് വരാം കേട്ടോ. കിഴങ്ങ് വറുത്ത ചട്ടിയിൽ തന്നെ നമുക്ക് ചിക്കനും വറുത്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത 1.5 മണിക്കൂർ മിക്സിങ്ങിലോട്ട് കിടക്കാം കേട്ടോ. ആദ്യം നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ വറുത്തത് കുഞ്ഞായിട്ട് ഇതാക്കി എടുത്തേക്കുവാണ്. നമുക്കതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ സോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കൊരു ടൊമാറ്റോ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സിംഗ് ആണ്, ലെയറായിട്ട് ഇടുന്നേ ഒന്നുള്ളൂ. ഇനി നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാമേ. വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ മയോണൈസ് ആണ് കേട്ടോ. നമുക്ക് മയോണൈസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മ അതേപോലെ തന്നെ ആദ്യം ഉരുളക്കിഴങ്ങ് എടുത്ത് ഒന്നുകൂടി വാടിയിടുക. അങ്ങനൊരു ലെയർ കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് നേരത്തെ സോസ് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ലവ് യാ, ബൈ.